ഒരു സ്വഭാവം. ജനങ്ങളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞാൽ, മനുഷ്യരൊക്കെ ഉറങ്ങി, മദീന മുഴുവനും ഇരുളിലാണ്ട് എല്ലാവരും ഉറങ്ങി ഉറപ്പായി കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു രാത്രികാലങ്ങളിൽ എഴുന്നേറ്റിട്ട് തന്റെ പരിചാരകൻ, അസ്ലം എന്ന് പേരുള്ള പരിചാരകന്റെ പേര് അസ്ലം എന്നാണ്, അസ്ലം എന്ന് പേരുള്ള പരിചാരകനൊക്കെ കൂട്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലെ ഇടവഴികളിലൂടെയൊക്കെ രാത്രികാലങ്ങളിൽ വേഷപ്രച്ഛന്നനായി ഉമർ റളിയല്ലാഹു അൻഹു സഞ്ചരിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ മദീനയിലെ ഇടവഴികളിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങിയപ്പം ഉമർ റളിയല്ലാഹു അൻഹു കണ്ട കാഴ്ചകൾ, ആ കാഴ്ചകളൊക്കെ പിന്നീട് ഉമറിന്റെ കഥകൾ എന്ന പേരിൽ ചരിത്രത്തിൽ പ്രത്യേകമായി തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു 100 കഥകൾ എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിലൊരു പുസ്തകമുണ്ട്, നമ്മളും കേട്ടിട്ടുണ്ടോ? അപ്പൊ അതിലൊരു കഥയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇതുപോലെ നല്ല തണുപ്പ് നിറഞ്ഞ, ഇരുളും നിറഞ്ഞു നിൽക്കുന്ന, വല്ലാത്ത തണുത്ത കാറ്റൊക്കെ വീശിക്കൊണ്ടിരിക്കുന്ന ഒരു തണുപ്പുള്ള ഒരു രാത്രിയിൽ ഉമർ റളിയല്ലാഹു അൻഹു പരിചാരകനായ അസ്ലമിന്റെ കൂടെ ഉമർ മദീനയുടെ ഈ ഒരു കിഴക്ക് ഭാഗത്തേക്ക്, ഈ ഭാഗത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുകയായിരുന്നു, വടക്ക് കിഴക്ക് ഭാഗത്തേക്ക്. അങ്ങനെ ഒരു മദീന പള്ളിയിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ദൂരം ഇങ്ങോട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ യാത്ര ചെയ്ത് അന്ന് ഈ ഭാഗത്തേക്കാണ് യാത്ര. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഉമറിന്റെ പരിചാരകനും തന്റെ പ്രജകളുടെ ക്ഷേമമറിയാൻ ഉമർ റളിയല്ലാഹു അൻഹു സഞ്ചരിക്കണം. അങ്ങനെ ഉമർ റളിയല്ലാഹു സഞ്ചരിച്ചിട്ട് ഉമർ റളിയല്ലാഹു ഇവിടെ എത്തിയപ്പോ ഉമർ റളിയല്ലാഹു കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ചാല്, ഇവിടെ ഒരു വലിയ കൂടാരം, ഒരു ചെറിയ കൂടാരം, ആ കൂടാരത്തിൽ ഇങ്ങനെ ഒരു ടെന്റ്, ഈ ടെന്റിനകത്തുനിന്ന് ഒരു വെളിച്ചം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ചെറിയ കുട്ടികളുടെ കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലായിടത്തും വെളിച്ചം അണഞ്ഞിരിക്കുന്നു, ഇരുളിലാണ്ട് കിടക്കുകയാണ് മദീന. ഇവിടെ മാത്രം ഒരു ടെന്റിൽ വെളിച്ചം കത്തുന്നുണ്ട്. അപ്പൊ എന്താണ് ഇത് അറിയാൻ വേണ്ടി ഒരു കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം കേട്ടു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു വലിയ ആദിയായി, എന്തിനാണ് ഇങ്ങനെ ഇവർ കരയുന്നത്, ഈ രാത്രി ഇവർ ഉറങ്ങിയിട്ടില്ല, എന്താണ് അവിടുത്തെ പ്രശ്നം, ഇതറിയാൻ വേണ്ടി ഉമർ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഉമർ പരിചാരകനോട് പറഞ്ഞു, അസ്ലം, നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഒരു കരച്ചിലും കേൾക്കുന്നുണ്ട്, ഒരു വെളിച്ചം കാണുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം അവിടെ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഉമർ ആ സ്ഥലത്തേക്ക് നീങ്ങുന്നുണ്ട്. അങ്ങനെ നീങ്ങിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അവരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പൊ ഉമർ വിളിച്ചൊരു വാക്ക് വളരെ പ്രധാനമാട്ടോ, യാ അസ്ഹാബൽ ലൗ എന്ന് വിളിച്ചു. ലൗ എന്ന വെളിച്ചം, അപ്പൊ വെളിച്ചത്തിന്റെ ആളുകളെ എന്ന് വിളിച്ചു. യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത് എന്താ അറിയോ, യാ അസ്ഹാബുൻ നാർ എന്നാ വിളിക്കേണ്ടത്. തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, തീയുടെ ആളുകളെ എന്നാണ്. പക്ഷെ തീയുടെ ആളുകളെ എന്ന് വിളിച്ചാല് അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. എന്താ, യാ അസ്ഹാബൻ നാർ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ആളുകൾ എന്നൊരു വാക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വാക്ക് തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് തോന്നിയതുകൊണ്ട് ബഹുമാനപൂർവ്വം ഉമർ വിളിച്ചു, വെളിച്ചത്തിന്റെ ആളുകളെ. അവർ സ്നേഹത്തോടെ വിളിക്കാൻ, എന്താണ് നിങ്ങൾ ഈ രാത്രി ഇങ്ങനെ ഉറങ്ങാതെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഉമർ ഇങ്ങനെ നോക്കുമ്പോൾ ആ വീട്ടിൽ, ആ ടെന്റിനകത്ത് ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ അടുത്ത് കുറച്ച് ചെറിയ 2-3-4 ചെറിയ കുഞ്ഞു മക്കളുണ്ട്. ഈ സ്ത്രീ ആവട്ടെ എന്തോ അടുപ്പത്ത് കലത്തില് ഭക്ഷണം ഇങ്ങനെ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഉമർ കണ്ടു. ഉമർ കണ്ടപ്പോ ഉമർ മനസ്സിലായി, ഈ കുട്ടികൾ വിശപ്പ് തളർന്ന് കരയുകയാണ്.